ഞാൻ ചെയ്യുന്ന പൂജകൾ കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കണ്ട പോലും. ദൈവങ്ങളെ പോലും എന്നോടുള്ള ദേഷ്യം കൊണ്ട് പരിഹസിച്ചു. എന്നൊന്ന് മനസ്സിലാക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ. ഞാനൊരു സ്വാർത്ഥിയായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ അദ്ദേഹത്തെ വിട്ടു പോവോ? പറ്റിക്കൂടാനല്ലേ ശ്രമിക്കൂ. എന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ച ഞാൻ ഈ വീട്ടിൽ വന്നതെന്നാ അദ്ദേഹം പറഞ്ഞ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ചെയ്യാത്ത തെറ്റിന് എന്റെ ജീവിതത്തിൽ ഇത്രയും വേദനിച്ച ദിവസം ഉണ്ടായിട്ടില്ല. അവര് നിന്റെ സച്ചിയുടെ വിവാഹം നടന്നു കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു. പിന്നെ സച്ചിയുടെ സങ്കടം കൂടി കണ്ടപ്പോ സഞ്ജുവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ നിന്നോട് പൊട്ടിത്തെറിച്ച് പോയതാ. നിന്റെ കാര്യത്തിൽ സച്ചി ഒരുപാട് ദുർബലനായിപ്പോയി. നീയില്ലെങ്കിൽ ലോകമേ ഇല്ലെന്ന മട്ടിലാവാൻ. അവൻ കുറച്ചുകൂടി നിയന്ത്രണം പാലിച്ചെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നു. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഒന്നുകിൽ ഞാൻ ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ ഇനി ആരുടെയും കുറ്റപ്പെടുത്തലുണ്ടാവാത്ത വിധം ഞാൻ ഈ ഭൂമിയിൽ തന്നെ പോണം. അമ്മു, വെറുതെ ആണെങ്കിൽ അങ്ങനൊന്നും പറയല്ലേ. ഞാൻ എന്തിനു വെറുതെ പറയണം? എന്നെ ചൊല്ലി ആരും വേദനിക്കാതിരുന്നാ മതി. അതിന് ഞാൻ തന്നെ വഴി കണ്ടെത്തണം. രാജുവേട്ടൻ ചെല്ല്, എന്നൊന്ന് ഒറ്റയ്ക്ക് വിട് രാജുവേട്ടാ. നിന്നെ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണോ വരുന്നത്? അത്ര വലിയ എന്ത് സംഭവം ഇവിടെ ഉണ്ടായത്? നീ ആ പെണ്ണിനെ സച്ചിയുടെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കാനല്ലേ ശ്രമിച്ചത്? സച്ചിയുടെ കുടുംബം എന്താണെന്ന് അറിഞ്ഞു വെച്ച് നിനക്കിതിനെങ്ങനെ മനസ്സ് വന്നടി? എന്ത് മനസ്സിലാക്കിയിട്ട് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്? സച്ചി തന്നെയാ അമ്മൂനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്റെയും സഞ്ജുവിന്റെ പിന്നാലെ നടന്നത്. ആ, അവൾ അവനെ വലയിലാക്കി. ആളെ മയക്ക് കയ്യിലെടുക്കാൻ അവക്കറിയാം. അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ തരം താഴ്ത്തി സംസാരിക്കരുതെന്ന്. അല്ല, വാഴ്ത്തി പാടാൻ മാത്രം എന്താ അവക്കുള്ളത്? ഏതോ ഒരുത്തൻ കെട്ടി ഉപേക്ഷിച്ചവള്. ആ, അവള് പറഞ്ഞ കഥകള് മാത്രം കേട്ട് വിശ്വസിക്കുന്ന കൊറേ പേര്. വീട്ടിയായി പോയിട്ടല്ലേ സച്ചിക്ക് ഇങ്ങനൊരു മോഹം ഉദിച്ചത്. അമ്മ പറഞ്ഞ കഥയില് 1% പോലും കള്ളമില്ലെന്ന് അവളുടെ നാട്ടിലും വീട്ടിലും പോയി അന്വേഷിച്ചറിഞ്ഞവനാ സച്ചി. നല്ല കുടുംബത്തിൽ തന്നെ അവളും ജനിച്ചത്. അവൾ ഒന്നും ഇല്ലാത്തവളൊന്നുമല്ല. ആ തറവാടും ഭൂസ്വത്തുക്കളും അവളുടെ പേരില. അയ്യോ, പിന്നെന്തിനാടി അവൾ ഇവിടെ ഒരു വീട്ടുജോലിക്കാരിയായി വന്ന് കിടക്കുന്നത്? അവളുടെ ബന്ധുക്കളെ ഭയന്നിട്ട്. അച്ഛന്റെ പ്രായമുള്ളൊരു തെമ്മാടി അവളെ മോഹിച്ച് ഇപ്പോഴും ആ വീട്ടിൽ കിടപ്പുണ്ട്. അവിടെ ഉള്ളവരെല്ലാം അയാൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരാ. അമ്മ അനിയത്തിയോടൊന്ന് ചോദിക്ക്, കാവേരി ഇളയമ്മ പറഞ്ഞു തരും. അവളിവിടുന്ന് പോവാൻ പ്രാർത്ഥിച്ച് നടക്കുമല്ലേ അമ്മ? പിന്നെന്തിനാ അവളുടെ സച്ചിയുടെയും വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നത്? അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അമ്മയ്ക്ക് അസൂയുണ്ടെന്നല്ലേ. അവനെ അവളെ കെട്ടിയ എനിക്കൊരു ചുക്കുമില്ല. ആ ശല്യം ഇവിടം വിട്ട് പോയാൽ മാത്രം മതി എനിക്ക്. അത് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൽ കൂടുതൽ സന്തോഷം എന്താ? ആ, സച്ചിക്കൊരു 2ാം കെട്ടുകാരിയെ മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ള സഹതാപം മാത്രമേ എനിക്കുള്ളൂ. അല്ലെങ്കിലും അവന്റെ അച്ഛന് ഇങ്ങനെ തന്നെ വരണം. നിനക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇതുപോലൊരുത്തിയെ തറവാട്ടിൽ കേറ്റാൻ മുകുന്ദേട്ടന് കൂട്ടി നിന്നവനാ ആ സേതുമാധവൻ. മോൻ തന്നെ അതേ നാണയത്തിൽ അച്ഛന് തിരിച്ചടി കൊടുക്കുന്നു. ഇതാ പറയുന്നത്, ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന്. ഇനിയും നമ്മൾ തമ്മിൽ സംസാരിച്ച അത് നിരപരാധികളായ മറ്റു പലരെയും ബാധിക്കും. അമ്മ മറിച്ച് ചിന്തിക്ക്. സച്ചിയുടെ അച്ഛന് പണി കിട്ടാൻ അതല്ലേ അമ്മയ്ക്ക് വേണ്ടത്? അയാൾക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം. സച്ചി അവളെ വിവാഹം ചെയ്യട്ടെ. എന്നിട്ട് വേണം അവന്റെ അച്ഛനെ വിളിച്ചൊന്ന് അനുമോദിക്കാൻ.
ചേച്ചി വേണ്ട, കരയൊന്നും വേണ്ട. കണ്ണീരൊന്നിനും പരിഹാരമായി ഞാൻ കാണുന്നില്ല. ചേച്ചി എന്നോട് പൊറുക്കണം. നിന്നോട് ഞാനിപ്പോ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. പറയുന്നതിനേക്കാൾ പറയാതിരിക്കുന്നതാ എനിക്ക് നിനക്കും കൂടുതൽ നൊമ്പരം തരുന്നത്. ഞാൻ അറിയേണ്ടതെല്ലാം കാവേരി ഇളയമെന്നും രാജുവിൽ നിന്നും അറിഞ്ഞു. സഞ്ജു നിന്നോട് പരുഷമായി സംസാരിച്ചതും അവര് പറഞ്ഞു. നീ ഒരു പുറന്തോടിനുള്ളില. എല്ലാം പാപമാണെന്ന് കരുതി ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവള്. ഞാനും ദൈവവിശ്വാസി തന്നെയാ. പക്ഷെ നമ്മള് തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇപ്പോഴും ഉണ്ട്. അതിന്റെ പ്രശ്നങ്ങളാ നിനക്ക്. ഒരാളെ സഹായിക്കാനായി ഒരു താലി കെട്ടിയിട്ട് പോയിട്ടും അതിനെ പൂജിക്കാനും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നീയല്ലാതെ വേറൊരു പെണ്ണ് ഈ ലോകത്തുണ്ടെന്ന് എനിക്കറിയില്ല. എന്തു ചെയ്യാനാ, എന്റെ അനിയത്തി അങ്ങനെ ആയിപ്പോയി. നീ കരയാൻ സച്ചിയെപ്പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ അവനോട് നോ പറഞ്ഞു, അവൻ അതും കേട്ടുപോയി. ചേച്ചി എന്നൊന്ന് തല്ലിയ പോലും എനിക്ക് ഇത്രയും വേദന ഉണ്ടാവില്ലായിരുന്നു. അപ്പോഴും നീ നിന്റെ മാത്രം വേദനയെ പറ്റി ഓർക്കുന്നു. എന്താ അമ്മു എന്റെ വേദനയെ പറ്റി നീ ഓർക്കാത്തത്? എനിക്കൊരു മനസ്സുണ്ടെന്ന് ചിന്തിക്കാത്തത്? നിന്നോടുള്ള സ്നേഹം കൊണ്ടാ എന്റെ സങ്കടം ഞാൻ ഉള്ളിൽ അമർത്തുന്നത്. ആ സ്നേഹം സഞ്ജുവിന് നിന്നോട് തോന്നേണ്ട കാര്യമില്ല. സഞ്ജു നിന്റെ ആരുമല്ല. അതുകൊണ്ടാ സഞ്ജു നിന്നോട് പൊട്ടിത്തെറിച്ചത്. വാ, ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കണ്ട, അകത്തേക്ക് പോവാം. എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നീ എനിക്ക് ആരുമല്ലെന്നല്ലേ നീ പറയാതെ മനസ്സിൽ വെച്ചത്. നിനക്ക് ഞാൻ അന്യായി തോന്നുന്നുണ്ടാവും. പക്ഷെ എനിക്ക് നീ എന്റെ അനിയത്തിയാ. കുഞ്ഞിലെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ അനിയത്തിയാ നീ. മറിച്ചൊരു ചിന്ത എനിക്കില്ല. ഒരു കൂടപ്പിറപ്പിന്റെ കൂടെ കളിച്ചു വളർന്നവളാ ഞാൻ. ചേച്ചിന്ന് വിളിച്ച എപ്പോഴും എന്റെ അമ്മമോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. സ്കൂള് വിട്ട് വരുമ്പോ എന്നെയും കാത്തവള് ഗേറ്റിന്റെ അഴിയിൽ പിടിച്ചു നിപ്പുണ്ടാവും. പിന്നീട് അവള് എന്റെ വിരലും പിടിച്ച് സ്കൂളിലും വന്നു തുടങ്ങി. 9ാം വയസ്സില് എന്റെ അമ്മമോൾ എന്നെ വിട്ടുപോയി. പിന്നെയുള്ള എന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലായിരുന്നു. വീട്ടിൽ കഴിച്ചുകൂട്ടാ തന്നെ ഞാൻ വെറുത്തു. ആശുപത്രി കിടക്കയിൽ വെച്ച് ആദ്യമായി നിന്നെ കണ്ടപ്പോ നീ ആരുമില്ലാത്തവളാണെന്ന് അറിഞ്ഞപ്പോ നീ എന്റെ അമ്മുവാണെന്ന് ആരോ മനസ്സിൽ പറയും പോലെ തോന്നി. സുരഭി സിസ്റ്റർ എന്റെ പേര് അമ്മുവാണെന്ന് കൂടി പറഞ്ഞപ്പോ ആ നിമിഷം നീ എനിക്ക് എന്റെ അനിയത്തിയായി. എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയോ? എന്നോട് പൊറുക്കണേ ചേച്ചി. ഞാൻ ആരാണെന്ന് അറിഞ്ഞ പോലും എന്റെ ചേച്ചി മാത്രം എന്നെ വെറുക്കില്ല എന്ന് എനിക്കറിയാം. എനിക്കെന്റെ ചേച്ചി എല്ലാറ്റിലും വലുത്. വലിയ പ്രതീക്ഷയിലായിരുന്നു മോളെ സച്ചി. ഞാൻ വലുതായി സന്തോഷിച്ചു. സച്ചി ഈ വീട്ടിൽ നിന്നൊരു പെണ്ണെടുക്കുന്ന പോലെയാണ് ഞാൻ കരുതിയത്. എന്നെ പോലെ തന്നെ അമ്മുവിനെ എൻ്റെ കൊച്ചുമോളെ ഞാൻ കണ്ടു. അമ്മു ഒരു കാലത്തും നമ്മളെ വിട്ടുപോകില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മുത്തശ്ശനും സഞ്ജുവിന്റെ അമ്മയ്ക്കും മാത്രമേ അവളെ സ്വന്തമായി കാണാൻ കഴിഞ്ഞുള്ളൂ. സഞ്ജു അവനെ ആശ്വസിപ്പിക്കാൻ കൂട്ടിക്കൊണ്ടുപോയത്. അവനെന്ത് ആശ്വാസം തോന്നാനാ? അത്രയ്ക്ക് സ്വപ്നം കണ്ടതാ സച്ചി. അവന്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. മോനെ സച്ചി, നീ ഇങ്ങടുത്ത് വാ. എനിക്കൊന്നുമില്ല മുത്തശ്ശ, നിങ്ങൾ സംസാരിക്കുക. ഞാൻ കുറച്ച് സമയം തനിച്ചിരിക്കട്ടെ. അമ്മൂന് പറയാനുള്ളതെല്ലാം അവൾ എന്നോട് പറഞ്ഞു. അവളെ വഴക്ക് പറയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല സഞ്ജു. ഞാൻ പറഞ്ഞതൊന്നും സച്ചിയുടെ മനസ്സിൽ കയറിയത് പോലുമില്ല. അവൻ തിരിച്ചു വരാത്ത വിധം തകർന്നു പോയി മുത്തച്ഛ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല.
അവന്റെ സ്നേഹം സത്യസന്ധവും ആത്മാർത്ഥവുമായിരുന്നു. അവൻ ആരെങ്കിലും വേദനിപ്പിച്ചതോ സങ്കടപ്പെടുത്തിയതായിട്ടൊന്നും എനിക്ക് ഇതുവരെ അറിയില്ല. എല്ലാവരും പെട്ടെന്ന് തന്നെ സച്ചിയെ ഇഷ്ടപ്പെട്ടു പോകാനുള്ള കാരണവും അതാ. അങ്ങനെയുള്ള ഒരാൾക്ക് സ്നേഹത്തിന്റെ പേരിൽ തിരിച്ചടി വരുമ്പോ താങ്ങാനാവില്ല. അവൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് എത്ര ആഴുണ്ടെന്ന് എനിക്കറിയാം. ശുദ്ധനാ സച്ചി. അവൻ എന്ത് ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റില്ല. എന്നെപ്പോലെ ഞാനും അവനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ തകർച്ച മറികടക്കാൻ അവന് കഴിയില്ല മോനെ. നീ അവനെ ശ്രദ്ധിക്കണം. അവനിഷ്ടം പങ്കുവെച്ചത് ഒരു സാധാരണ പെൺകുട്ടിയോട്. അവളത് നിരസിച്ചാൽ സച്ചിയെപ്പോലെ ചെറുപ്പക്കാരന് അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ജീവിതം തന്നെ വെറുത്തു പോകും. പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. മുത്തച്ഛ, അവന്റെ മനസ്സൊന്ന് ശാന്തമാകുന്നവരെ സദാസമയവും നീ അവന്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെയുള്ള അവിവേകമൊന്നും അവൻ ചെയ്യില്ല മുത്തച്ഛ. അത് നിന്റെ തോന്നലല്ലേ? ഇത്രയ്ക്ക് ഹൃദയശൂന്യാണോ അമ്മ? എങ്ങനെ നമുക്ക് എന്റെ സ്നേഹം നിരസിക്കാൻ തോന്നി? ആരോ കെട്ടിയ ഒരു താലിയുടെ പേരില് എന്തിനവള് ജന്മം തീർക്കണം? എനിക്ക് മനസ്സിലാവുന്നില്ല അവളെ. സ്നേഹിക്കുന്ന, താലികെട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആ പെണ്ണ് എന്റെ മുന്നിൽ തന്നെയുണ്ട്. അത് മറ്റാരുമല്ല, അമ്മു തന്നെയാ. ഒരിക്കലും മറ്റൊരാൾക്ക് ഞാൻ താലിക്ക് വേണ്ടി തല താഴ്ത്തി കൊടുക്കാൻ പാടില്ല എന്നത് ഞാൻ വിശ്വസിക്കുന്ന ദേവിയുടെ തീരുമാനം. കൂട്ടുകാരൻ അത് പറഞ്ഞ് എന്റെ തീരുമാനം മാറ്റാൻ ശ്രമിക്കരുത്. അപേക്ഷയാണ്. മറ്റൊരാൾക്ക് വേണ്ടി ഈ താലി അഴിക്കാനും കഴുത്ത് നീട്ടിക്കൊടുക്കാനും എനിക്ക് കഴിയില്ല. ദയവ് ഇത് കൂട്ടുകാരൻ ഇതൊക്കെ മറക്കണം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും സ്വാതി? എന്ത് ചെയ്യണമെന്നുള്ള ഒരു രൂപവും എനിക്കില്ല. അമ്മ അവനെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. എന്നാ അവൻ അവളില്ലാതൊരു ജീവിതം ഇല്ലാന്നും പറയുന്നു. ഇതിന്റെ ഇടയിൽപ്പെട്ടു പോയത് നീയും ഞാനും. അവളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. സഞ്ജു തന്നെ ഒരു ദയം കാട്ടാതെയാ അവളോട് സംസാരിച്ചത്. അതവളെ വല്ലാതെ വേദനിപ്പിച്ചതായി രാജു എന്നോട് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോ പിന്നാമ്പുറത്തിരുന്ന് കരയോ അവള്. കണ്ടിട്ട് സഹിക്കാനായില്ല. എന്തൊക്കെ പറഞ്ഞാണെന്ന് ഞാൻ അവളെ ആശ്വസിപ്പിച്ചത്. ഞാൻ കൂടെ കുറ്റപ്പെടുത്തിയാല് ആരോടും പറയാതെ അവള് ഈ വീട്ടിൽ നിന്ന് പോയെന്ന് വരും. എനിക്കത് സഹിക്കാനാവില്ല.
സച്ചിയും അവളും തമ്മിലുള്ള കല്യാണം നടന്നു കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് നീയല്ലേ? എന്നിട്ടിപ്പോ അതിൽ നിന്ന് അമ്മുവിന്റെ പക്ഷം പിടിച്ച് നീ പിന്മാറുകയാണോ? ഇപ്പോഴും അത് നടന്നു കാണാൻ തന്നെയാ ഞാൻ ആഗ്രഹിക്കുന്നത്. താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് എനിക്ക് എങ്ങനെ അമ്മുവിനെ നിർബന്ധിക്കാൻ കഴിയും? സച്ചിയുടെ കൂടെ ജീവിക്കേണ്ടത് അമ്മു അല്ലേ? കല്യാണം കഴിഞ്ഞിട്ടും അവളുടെ മനോഭാവം മാറിയില്ലെങ്കിലും ഇതിനേക്കാൾ വലിയ ട്രാജഡിയായി തീരില്ലേ? ഞാൻ അതൊക്കെ ഇപ്പൊ ഓർക്കുന്നത്. സ്വാതി, നിനക്ക് ഞാൻ വാക്ക് തരുന്നു, അവരുടെ വിവാഹം കഴിഞ്ഞാൽ ഒരു ട്രാജഡി സംഭവിക്കില്ല. അമ്മുവിന്റെ കഴുത്തിൽ ആ താലി അഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവളെ പിന്നോട്ട് വലിക്കുന്നത് അതാ. പകരം സച്ചി കെട്ടുന്ന താലി അവളുടെ കഴുത്തിൽ വീണ പിന്നെ അവള് താലി പൂജ നടത്തുന്നത് അതിനു വേണ്ടിയാ. അത്രയേ ഉള്ളൂ അമ്മുവിന്റെ ഇപ്പോഴത്തെ എതിർപ്പിന്റെ ബലം. അമ്മുവിനൊരു ജീവിതം വേണമെന്നൊന്നും ഞാൻ കൊതിക്കുന്നില്ല. അത് നിന്റെ മോഹ. എന്റെ മുന്നിലെ വിഷയം സച്ചിയാ. അവൻ ഉള്ളുകൊണ്ടൊരു സാധുവാടോ. കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അവനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. സച്ചി അമിതമായിട്ട് വിശ്വസിച്ചു പോയി. അവള് പറഞ്ഞ പ്രകാരം പൂജ നടത്തിയപ്പോ ആഗ്രഹപൂർത്തി ഉണ്ടാവുമെന്ന ദൈവം തന്നെ അനുഗ്രഹം നൽകിയെന്ന അവൻ വിശ്വസിച്ച് നടന്ന. അവളോട് മനസ്സ് തുറന്നിട്ടും അവൻ കൂളായിട്ട് നടന്നപ്പോ സത്യത്തിൽ ഞാൻ അതിശയപ്പെട്ടിരുന്നു. അത്രയും ആത്മവിശ്വാസത്തിൽ വരാൻ പോകുന്ന നല്ല നിമിഷങ്ങൾ സ്വപ്നം കണ്ട് ജീവിച്ച ഒരാള് തകർന്നു പോകുന്ന മാത്രമല്ല, ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാനും തയ്യാറാവും. സച്ചിയെ ശ്രദ്ധിക്കണമെന്ന് മുത്തച്ഛൻ പറയണമെങ്കിൽ എന്നേക്കാൾ മുമ്പേ മുത്തച്ഛൻ പലതും മനസ്സിൽ കണ്ടു കാണും. സ്വാതി, എനിക്ക് അവന്റെ കല്യാണം നടത്തിയേ പറ്റൂ. അമ്മുവിനെ ഓർത്തുള്ള നിന്റെ സന്തോഷത്തിനും സങ്കടത്തിനും കുറച്ചു മാസത്തെ കാലപരിധിയേ ഉള്ളൂ. പക്ഷെ സച്ചി എനിക്ക് അങ്ങനെയല്ല. ബാല്യകാല സുഹൃത്തുക്കളാണ് ഞങ്ങള്. എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് സംസാരിച്ച് തന്നെ മനസ്സിലായ എവിടെയാണെങ്കിലും അവൻ ഓടി വരും. എനിക്ക് അവനെ കൈവിടാൻ പറ്റില്ല. നിന്നോട് ഞാനൊരു സഹായം അഭ്യർത്ഥിക്കാം. അമ്മുവിന്റെ സമ്മതം നീ എനിക്ക് വാങ്ങിത്തരണം. അത് നീ എനിക്ക് തരുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു ഗിഫ്റ്റായിരിക്കും. സഞ്ജു, ആർക്ക് വേണ്ടി അവൾ കാത്തിരിക്കുന്നത്? അവളുടെ ഭർത്താവിന് വേണ്ടിയോ? എങ്കിലും അയാളെ കൂട്ടിക്കൊണ്ട് വരാൻ പറ. ഒരു വിവാഹത്തിന് നീ പിന്നീട് അവളെ നിർബന്ധിക്കില്ല എന്നും പറ. അതിനവൾക്ക് കരഞ്ഞു കാണിക്കാനല്ലേ പറ്റൂ. അത് പറഞ്ഞാലൊന്നും അവള് സമ്മതം പറയില്ല സഞ്ജു. അതേപ്പറ്റിയൊക്കെ എത്രയോ തവണ സംസാരിച്ചതാ. ഞാൻ ആ വിഷയം പോലും അവസാനിപ്പിച്ചു. ചേച്ചിയുടെ വിവാഹം കാണാനല്ലേ അവള് കാത്തിരിക്കുന്നത്. സച്ചിയുമായുള്ള വിവാഹത്തിന് അവള് സമ്മതിച്ചില്ല എങ്കിൽ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് പറ. നിന്നെ പോലെ നിന്റെ ചേച്ചിയും കഴിഞ്ഞോളാന്ന് പറഞ്ഞാ പിന്നെ അമ്മൂന് എന്ത് പറയാൻ കഴിയും? നമ്മുടെ കല്യാണത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. നിന്റെ വാക്കിന്റെ വില അറിയാവുന്നവളാ അമ്മു. നീ അത് പറഞ്ഞ പിന്നെ അമ്മൂന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവള് സമ്മതം പറയുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ലോകത്തിന്റെ പക്ഷേ പ്രണയത്തോളം അസംബന്ധമായ ഒരു സംഗതി ഈ ഭൂമിയിലില്ലെന്ന് വിശ്വസിക്കുന്നവനായി ഞാൻ. വെറുതെ ടൈം വേസ്റ്റ്. കറക്റ്റ്. എൻ്റെ ഒരു വേഴവട്ടക്കാലം വഴിതെറ്റിച്ചു കൊണ്ടുപോയത് ആ ചപല വികാരമാണ്. ഇല്ലെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടവനായിരുന്നു. അത് തോറ്റുപോയവരുടെ ജൽപ്പനമാണ്. നീ കാന്തവും അവൾ മരക്കഷ്ണമായി പോയി. അറിയേണ്ടതുപോലെ നീ അവളെ അറിഞ്ഞില്ല. അവൾ നിന്നെയും അറിഞ്ഞില്ല. പിന്നെ എന്തിന് നഷ്ടകാലം പ്രണയത്തിന്റെ തലയിൽ കെട്ടിവെക്കണം? മദ്യത്തിന്റെ പുറത്താണെങ്കിലും അയാൾ പറയുന്ന സത്യം. പ്രണയത്തിന്റെ കാര്യത്തിൽ എന്നും ദുരന്തം വന്നിട്ടുള്ളത് പുരുഷന് മാത്രമേ ഉള്ളൂ. വഞ്ചിക്കപ്പെടാനാ നമ്മുടെയൊക്കെ വിധി. നിങ്ങൾ തർക്കിക്കണ്ട. നമ്മുടെ കവിക്ക് പറയാനുള്ള എന്താന്ന് കേൾക്കാം. അല്ലയോ കവി, മൗനത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തോട്ട് വാ. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. പിന്നെ പ്രണയം കൊല്ലുന്ന ലഹരിയാണ്, കത്തുന്ന ചിതയാണ്. ആ പ്രണയം ഒരു മരീചികയാണെന്ന് അറിഞ്ഞാലോ എല്ലാവർക്കും മുന്നിലും അവൻ ഒരു കോമാളിയാവും.
100 വട്ടം മരിക്കാനുള്ള ചിന്തയാവും അവന്റെ ഉള്ളിൽ. മോചനമില്ലാത്ത ലഹരിയുടെ അവസാനം മരണം മാത്രമാണ്.